ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. കുറേ നാളത്തിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ലോങ് വീഡിയോ ഇടുന്നത്. വേറെ ഒന്നും കണ്ടല്ല, ഡാൻസിന് കുറച്ച് തിരക്കല്ലായിപ്പോയി. അപ്പോൾ വീഡിയോ എടുക്കാനും ടൈമില്ല. അഥവാ തട്ടിക്കൂട്ടി ഒരു വീഡിയോ എടുത്താൽ അത് എഡിറ്റ് ചെയ്യാനും സമയമുണ്ടായില്ല. അങ്ങനെ ഇരിക്കെ നമ്മളൊരു ടൂർ പോയി. അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് അതുകൊണ്ട് ഒരു ലോങ് വീഡിയോ ആക്കാമെന്ന് ചോദിച്ചിട്ട് തുടങ്ങിയതാണ്. എവിടെ വരെ എത്തുന്നൊന്നും അറിയില്ല. അപ്പം നമ്മൾ വർഷത്തിൽ ലേഡീസ് മാത്രം ഒരു ട്രിപ്പ് പോകാറുണ്ട്. ഞാനിപ്പോൾ ഒരു 4 ട്രിപ്പായി ഇവരുടെ കൂടെ. ഇവരൊരു ഏകദേശം 7-8 ട്രിപ്പുകളോളം പോയി. അപ്പം ഇതൊരു വൈബാണ് കേട്ടോ, ലേഡീസ് മാത്രമുള്ളൊരു ട്രിപ്പ്. നമ്മൾ ഫാമിലീൻ്റെ കൂടെ ട്രിപ്പ് പോകുമ്പോൾ അത് വേറെ തന്നെ ഒരു രസമാണ്. പക്ഷേ അതുക്കും മേലെയാണ്. അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം ടൂർ പോയത് കൊടൈക്കനാലിലേക്കാണ്. മൂന്നാറും കൊടൈക്കനാലും ആയിരുന്നു നമ്മുടെ ലിസ്റ്റിലുള്ളത്. നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് കൊടൈക്കനാലിലേക്കായി. അങ്ങനെ പെട്ടെന്ന് ഒരു 1 വീക്കിന് ശേഷം പോകാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് നിൽക്കവേ പെട്ടെന്ന് തീരുമാനമൊക്കെ മാറി. കുറച്ച് ആൾക്കാർക്ക് ആ ഡേറ്റിൽ ഓക്കെ അല്ലാണ്ടായി. അപ്പം നമ്മൾ നേരെ 2 ദിവസം കൊണ്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യലും പോകലും ഒക്കെ ആയി. അതുകൊണ്ട് തട്ടിക്കൂട്ടി എന്തൊക്കെയോ റെഡിയാക്കിയിട്ടാണ് ട്രിപ്പിന് പോകുന്നത്. കാരണം പിന്നെ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം മെയ് ഫസ്റ്റ് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടി പോയതാണ് ഇതൊക്കെ. അപ്പം നമ്മൾ 2 നൈറ്റും 3 നൈറ്റും 2 പകൽ ഡേയുമാണ് നമ്മൾ ടൂറിന് ഉദ്ദേശിച്ചത്. അപ്പം നമ്മൾ അങ്ങനെ രാത്രി ഇറങ്ങിയതാണ്. രാത്രി പാട്ടും കൂത്തെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ക്ഷീണം എന്ന് നമ്മളൊക്കെ ഉറങ്ങി. പിന്നെ രാവിലെ കാണുന്നത് അത് ഇങ്ങനെയൊക്കെയാണ്. കുറച്ച് കാറ്റാടിയും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ പഴനിയൊക്കെ കാണുന്നത്. പഴനി അങ്ങ് ദൂരെയാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ പഴനി കയറണമെന്ന് ചോദിച്ചു. അപ്പം നമ്മൾ തന്നെ പോകുമ്പോൾ കയറണ്ട, കാരണം കൊടൈക്കനാലിൽ ശനി ഞായറൊക്കെ ഭയങ്കര തിരക്കായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളിത് വെള്ളിയാഴ്ച പകലാണ്. അപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ തിരക്കില്ലാണ്ട് കുറച്ച് കറങ്ങി കഴിഞ്ഞാൽ ശനിയാഴ്ച നമുക്ക് തിരിച്ചു വരുമ്പോൾ പഴനി കയറാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പഴനിയിൽ പോകുമ്പോൾ കയറിയില്ല. ഇങ്ങനെ ദൂരത്തുനിന്ന് പഴനി ഇങ്ങനെ കണ്ടിട്ട് പോയി. എന്തൊരു വ്യൂ ആണെന്നല്ലേ, കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണത്. അങ്ങനെ നമ്മൾ റൂമിലെത്തിയൊന്നും ഞാൻ ഫോട്ടോ എടുത്തില്ല. റൂമിലെത്തി കുളിച്ച് മാറ്റി ഫുഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ റെഡിയായി. കുറച്ച് സമയം എടുത്തു റൂമെല്ലാം സെറ്റിലാവാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈം ലാഗ് കുറച്ചുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഇറങ്ങി. അവിടുന്ന് കൊടൈക്കനാലിൽ തിരക്കധികമായതുകൊണ്ട് അവിടുത്തെ ഗവൺമെൻറ് റൂൾ പ്രകാരം നമ്മളെ വണ്ടി അവിടെ യൂസ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വേറൊരു വണ്ടിക്കാണ് നമ്മൾ കറങ്ങാനൊക്കെ പോയത്. അത് റൂമിൽ അവർ തന്നെ അറേഞ്ച് ചെയ്ത് തന്ന വണ്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം സൂയിസൈഡ് പോയിന്റിലെത്തി. പക്ഷെ നമ്മൾ പോയ സമയത്തില്ല, നല്ല തണുപ്പായിരുന്നു, ഭയങ്കര മഞ്ഞായിരുന്നു. സൂയിസൈഡ് പോയിന്റിൽ പോയിട്ട് ആ ഒരു കൊല്ലി നമുക്ക് കാണാൻ പറ്റിയില്ല, കാരണം ഫുൾ മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പില്ലർ റോക്സ് എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് പോയിരുന്നു. പിന്നെ നേരെ ഗുണാക്കേവിലാണ് വന്നത്. ഞാൻ പക്ഷെ അവിടുത്തെ ഒന്നും വീഡിയോ എടുത്തില്ല, കാരണം എൻ്റെ ഫോണിൽ ചാർജ് തീരാനായിരുന്നു. ഒന്നാമത് നമ്മൾ റൂമിൽ വന്നിട്ട് ചാർജ് ചെയ്യാൻ അത്ര സമയം കിട്ടിയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്ന വണ്ടിയിൽ ചാർജിങ് പോയിന്റ് ഒന്നും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ വണ്ടീൻ്റെ പിക്ചർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നമ്മൾ ഈ നാട്ടിൽ നിന്നെല്ലാം പുളിക്കാൻ കൊണ്ടുവന്ന വണ്ടിയാന്ന് തോന്നുന്നു അവിടെ നിന്നൊക്കെ ഈ ടൂറിസ്റ്റ് ഇതായിട്ട് ഓടുന്നത്. അത്രയും ദയനീയമായിരുന്നു അവിടെ നിന്ന് കിട്ടിയ വണ്ടി. അപ്പം നമ്മൾ ആദ്യം ഒരു വണ്ടി തന്നത് ഒരു കുന്ന് കയറുമ്പോൾ അതിൻ്റെ എന്തോ പൊട്ടിയിട്ട് അവിടെ ബ്രേക്ക് ഡൗൺ ആയി. എന്നിട്ട് റൂമിൽ അവരെന്നെ വേറെ ഒരു വണ്ടി അയച്ചാന്നു. പിന്നെ പൈൻ ഫോറസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോണിന് ചാർജ് ഇല്ലാന്ന് പറഞ്ഞില്ലേ. അങ്ങനെ 5 സ്ഥലങ്ങളാണ് അവർ കവർ ചെയ്യുന്നത് ഒരു ദിവസം. ഇതായ 5ാമത്തെ സ്ഥലമാണ്. ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. എന്തോ ക്ലോക്ക് അങ്ങനെ എന്തോ വന്നിട്ടായിരുന്നു കണ്ടത്. ഇവിടുന്ന് അതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ അവിടെ ഫുൾ കാണും. കാരണം എന്ന് വെച്ചാൽ അതൊരു കൊക്ക പോലത്തെയാണ്. അതിലാണെങ്കിൽ മേഘമൊക്കെ മേലെ വന്ന് നിൽക്കുന്ന പോലെയുണ്ടോ, കാണുന്നില്ല, കണ്ട ഈ ഒരു എക്സ്പീരിയൻസ് ആയി. ഇതിൻ്റെ അറ്റത്ത് പോയിട്ട് നമ്മൾ കണ്ടത്. ഇത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് ജസ്റ്റ് വന്നു നോക്കും. വീഡിയോ എല്ലാം കൊളാക്കിയിട്ട് ഒരു ക്യാമറാമാൻ പോയി. അങ്ങനെ നമ്മളന്ന് രാത്രി റൂമിലെത്തിയതിന് ശേഷം നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചത്. അതായത് 5 മണിക്ക് 6 മണിക്കാറ്റും അതൊക്കെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അൺലിമിറ്റഡ് ഫുഡായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തില്ല. രാവിലെ മാക്രോണി, പൂരി, ഇഡ്ഡലി, ബ്രെഡും ജാമും, ഉച്ചക്ക് ബിരിയാണി, കബാബ്, നൈറ്റ് ചപ്പാത്തിയും ചിക്കൻ കറിയും, അങ്ങനെയൊക്കെ പലതരം ഡിഷ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിറ്റേന്ന് രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് അവിടെ ഒരു ലേക്ക് പോയി. നമ്മൾ അവിടെ കുറേ 3Dയും ബോട്ടിങ്ങെല്ലാം ഉണ്ട്. അതിലൊക്കെ കയറുന്നവർ ഇഷ്ടം പോലെ കയറി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു. അങ്ങനെ ചുരം ഇറങ്ങി. നല്ല വ്യൂ ഉണ്ടായിരുന്നു, കാരണം അത്രയ്ക്ക് കോടയായിരുന്നു നമ്മൾ ചുരം ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിർത്തിയൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ ചുരമിറക്കത്തിലാണിത്. അവിടെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ പറഞ്ഞില്ല, ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ പഴനി പോയി. പക്ഷെ പഴനിയിൽ നമുക്ക് ഫോൺ അലൗഡ് അല്ലല്ലോ. ഫോണൊക്കെ വെച്ചിട്ടല്ലേ പഴനിയിൽ കയറാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞാൻ ഇതിനകത്ത് കുറേ നമ്മൾ പോയ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് നമ്മളവിടെ ചപ്പൽ വെക്കുമ്പോൾ
സ്ഥലം ഓർമ്മിക്കാൻ വേണ്ടി ഫോട്ടോ എടുത്തതാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോ ആണ് കിട്ടിയത്. അല്ലാണ്ട് പഴനിയിൽ മുകളിൽ കയറുമ്പോൾ ഫോൺ അലൗഡല്ല. പക്ഷേങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴായിരുന്നു ശരിക്കും ഒരു വ്യൂ. കാരണം രാത്രി മൊത്തം ലൈറ്റ് കത്തിയിട്ട് ആ നഗരം കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാം. പക്ഷേങ്കിൽ ഫോണില്ലാത്തൊരൊറ്റ കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല സമയത്തായിരുന്നു നമ്മൾ പോയത്. തിരക്കില്ലാണ്ട് കയറാൻ പറ്റി, ദർശനം കിട്ടി. തിരിച്ച് വരുമ്പോൾ സ്വർണ്ണരഥത്തിൽ വരുന്ന ദൈവത്തെയും കണ്ടു. എന്നിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ കുറച്ച് റഷ് ഉണ്ടായിരുന്നു ആ രഥം വരുന്നതിൻ്റെ. അത് കഴിഞ്ഞ് നമ്മൾ കൂളായിട്ട് ഇറങ്ങി. അങ്ങനെ പഴനിയെയും കണ്ടു. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, പഴനി നമ്മൾ ഇതിലേ ഇല്ലായിരുന്നു. അങ്ങനെ എന്നാലും പഴനി നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ ഗുണ കേവ് പോകുമ്പോൾ വലിയ റഷിലായിരുന്നു. പോകുമ്പോൾ കുറച്ചൊരു തിരക്കുണ്ടായിരുന്നു. പിന്നെ തിരക്കൊക്കെ ഒഴിഞ്ഞു. അതുപോലെ നമ്മൾ ഇറങ്ങാൻ നോക്കുമ്പോൾ നല്ല മഞ്ഞൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. ഇതാ പില്ലർ റോക്ക് സംഭവമാണ്. പക്ഷേ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് അവിടെ നമ്മൾ കണ്ടിട്ട് കയറി. കാരണം നമുക്ക് ഗുണ കേവിലായിരുന്നു ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ ഇത് തോന്നിയത്. അതുകൊണ്ട് നമ്മൾ ബാക്കിയൊക്കെ വേഗം കണ്ട് നമ്മൾ തീർത്തു. പിന്നെ തിരക്കധികമായതുകൊണ്ട് അവർ പറഞ്ഞ് ഇത് അടക്കും എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഇതാക്കി. ഇതാണ് കേട്ടോ നമ്മൾ ആദ്യം വന്ന സാധാരണ ബ്രേക്ക് ഡൗൺ ആയത്. അങ്ങനെ പക്ഷേ നമ്മൾ ചുരം കയറി വരുമ്പം തന്നെ ഇതുപോലെ ഒരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ. നമ്മൾ വരുന്ന ദിവസം തന്നെ കയറിയതാണ്. ഇത് നമ്മളെ റൂമായിരുന്നു. നമ്മൾ കുറേ ആളുകൊണ്ട് കുറേ റൂമിലാണ് നിന്നത്. പക്ഷെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു, അങ്ങനെ നിന്നു. അങ്ങനെ നമ്മൾ എടുത്ത കുറച്ച് ഫോട്ടോസെല്ലാം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ച് വരുമ്പോൾ പാലക്കാട് ജംഗ്ഷനിലെത്തിയാലും എല്ലാവരും ചായ കുടിക്കാൻ ഇറങ്ങി. അപ്പം നമ്മൾ ആ സമയം ഒരു റീൽസ് എടുക്കാൻ നിന്നത്. അത് നോക്കുമ്പോൾ ഫ്ലോപ്പായിപ്പോയി. 2-3 ടേക്ക് പോയെങ്കിലും റീൽസ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. അപ്പോഴേക്ക് പിന്നെ ടൈം ആയതുകൊണ്ട് നമ്മൾ പിന്നെ രാവിലെ വണ്ടിക്കാരന് വേറെ ട്രിപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ ചേച്ചിക്ക് വേറെ ഒരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ വണ്ടി കയറി വീട്ടിലേക്ക് വന്നു. ഇത്രയേ ഉള്ളൂ.